വന്ദേമാതര ആലാപനത്തെ നിന്ദിക്കുന്നവരെ ശിക്ഷിക്കാൻ നിയമം കൊണ്ടുവരാൻ കേന്ദ്ര സർക്കാർ. വന്ദേമാതര ആലാപനത്തെ നിന്ദിക്കുകയോ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്നവരെ ശിക്ഷിക്കുന്നതിനുള്ള നിയമമാണ് കൊണ്ടുവരുന്നത്. അടുത്തയാഴ്ച ആരംഭിക്കുന്ന പാർലമെന്റ് സമ്മേളനത്തിൽ ബിൽ അവതരിപ്പിക്കും. വിവരങ്ങളുമായി നന്ദഗോപനുണ്ട് ഡൽഹിയിൽ നിന്ന്. നന്ദൻ, നമ്മൾ മുൻപ് പലവട്ടവും ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ നമ്മുടെ രാഷ്ട്രത്തിന്റെ ഭാഗമായിട്ടുള്ള, നമ്മുടെ രാഷ്ട്രചേതനയുടെയും രാഷ്ട്രസങ്കല്പത്തിന്റെയും ഭാഗമായിട്ടുള്ള ബിംബങ്ങളെ അവഹേളിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്നത് ശീലമാക്കിയ കുറേയധികം ആളുകൾ നമ്മൾക്കിടയിലുണ്ട്. അപ്പോൾ അത്തരം ആളുകൾക്കുള്ളൊരു മുന്നറിയിപ്പ് കൂടിയല്ലേ കേന്ദ്ര സർക്കാരിന്റെ ഈ പുതിയ നീക്കം? നന്ദൻ. പ്രജിത്ത്, ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യ സമരത്തിൽ സമരസേനാനികളുടെ സിരകളിൽ അഗ്നി പടർത്തിയ വിപ്ലവ ഗാനമാണ് അല്ലെങ്കിൽ വിപ്ലവമാണ് വന്ദേ മാതരം എന്നുള്ളത്. എന്നാൽ അതിനെ ചില പ്രത്യേക താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ അതിനെ അവഹേളിക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വന്ദേ മാതരത്തിന് അർഹമായ പ്രാധാന്യം നൽകുവാൻ തീരുമാനിച്ചിരിക്കുന്നു. ഇതിനോടകം തന്നെ അതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് കടന്നിരിക്കുന്നു. മന്ത്രിസഭാ യോഗത്തിൽ ഈ വന്ദേ മാതരത്തെ അവഹേളിക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കണം എന്നുള്ള നിർദ്ദേശങ്ങൾ ഉയർന്നിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട ബില്ല് അവതരണത്തിന് മന്ത്രിസഭാ യോഗം അനുമതി നൽകി. വരുന്ന തിങ്കളാഴ്ച പാർലമെൻറ്റ് ചേരുകയാണ്. പാർലമെൻറ്റിൻ്റെ ഈ സമ്മേളന കാലയളവിൽ തന്നെ വന്ദേ മാതരത്തെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ കർശനമായ നടപടി സ്വീകരിക്കുവാൻ വേണ്ടി ഉള്ള ബില്ല് പാസ്സാക്കുവാൻ വേണ്ടിയുള്ള നീക്കത്തിലാണ് കേന്ദ്ര സർക്കാർ. പാർലമെൻറ്റിൻ്റെ ഇരുസഭകളിലും ഈ സമ്മേളന കാലയളവിൽ തന്നെ ഈ ബില്ല് പാസ്സാക്കിയെടുക്കുവാൻ വേണ്ടിയുള്ള തീരുമാനത്തിലാണ്. 1970 പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണർ ആക്ട്, അതിൽ ഭേദഗതി വരുത്തിക്കൊണ്ടാണ് ഇത് ചെയ്യുക. ഈ വന്ദേ മാതരത്തെ അധിക്ഷേപിക്കുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ വേണ്ടി തയ്യാറാണ്. നന്ദൻ, എന്തായാലും വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ് ഇപ്പോൾ നന്ദൻ നൽകിയിരിക്കുന്നത്.